ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒന്ന് മിമി എഫ് എന്നൊരു ടെലിഗ്രാം മൈനി ബോട്ടിനെ കുറിച്ച് പരിചയപ്പെടുത്താനാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വഴി കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസാണ് കാണാം. അപ്പോൾ ഞാൻ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഈ ബോട്ടിൻ്റെ വീഡിയോ ചെയ്യില്ലായിരുന്നു. എന്താ വെച്ചാൽ ഇതിന് ലിസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ വരുന്നത് ഒക്ടോബർ 9 മുന്നേ. പക്ഷേ ഇവർ പെട്ടെന്ന് 2 ദിവസം മുന്നേ ഇവർ ലിസ്റ്റിങ്ങിൻ്റെ ഡേറ്റ് മാറ്റി വെച്ചു. അത് ഒക്ടോബർ 30 ആക്കി വെച്ചു. അതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എന്താ വെച്ചാൽ ഇതിന് സമയം ഉണ്ടായിരുന്നില്ല. നിങ്ങളിപ്പോൾ ഞാൻ ഒരാഴ്ച മുന്നേറ്റേ ഇതിൻ്റെ വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഒരാഴ്ച മുന്നേ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടും കാര്യമില്ല. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇതിന് വലുതായിട്ട് മൈൻ ചെയ്തൊരു പോയിന്റ് കളക്ട് ചെയ്യാൻ പറ്റില്ലായിരുന്നു. പക്ഷേ എനിക്ക് റെഫറൽ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് വേണമെങ്കിൽ എനിക്ക് പോയിന്റ് ഇതുണ്ടാക്കാൻ പോയിന്റ്സ് ഏൺ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. എന്താ വെച്ചാൽ നിങ്ങൾക്ക് വെറുതെ ജോയിൻ ചെയ്തിട്ട് ഇടാൻ പറ്റും, നിങ്ങൾക്ക് ഒരു റവന്യൂ കിട്ടില്ല. എന്താ വെച്ചാൽ ഒരാഴ്ച കൊണ്ട് മൈൻ ചെയ്ത് നിങ്ങൾക്ക് ഒന്നും കിട്ടാൻ പോകില്ല. അത് കാരണമാണ് എത്ര ദിവസം വീഡിയോ ചെയ്യേണ്ടിരുന്നത്. പക്ഷേ ഇവർ പെട്ടെന്ന് മാറ്റി വെച്ചു. ഒരു 30 ആക്കിയപ്പോൾ നിങ്ങൾക്ക് എത്ര പറയുക 3-4 ആഴ്ച സമയമുണ്ട്. ഇനിയും എന്താ പറയുക 27 20 23 ദിവസം നിങ്ങൾക്ക് സമയമുണ്ട്. ആ ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം പോയിന്റ് കളക്ട് ചെയ്യാനുള്ള സമയമുണ്ട്. അതാണ് പിന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വിചാരിച്ചത്. പിന്നെ ആദ്യം തന്നെ ഈ ബോട്ട് മൈൻ ചെയ്യുന്നതിന് മുന്നേ മെയിനായിട്ടേക്ക് പറയാനുള്ളത്, ഇതിൽ കുറേ എന്താ പറയുക ടോൺ ട്രാൻസാക്ഷൻ ഉണ്ട്. അത് പറഞ്ഞു വെച്ചാൽ നമ്മൾ ടോൺ കൊടുത്തിട്ട് പൈസ കൊടുത്തിട്ട് ഓരോരോ പോയിന്റ് കളക്ട് ചെയ്യുന്ന ടാസ്കുകൾ കാര്യങ്ങളൊന്നും അതിലൊന്നും നിങ്ങൾ ചെയ്യരുത്. ഇതിൽ ഒറ്റ പൈസ ടോൺ ഒന്നും നിങ്ങൾ ഇറക്കരുത്. എന്താ വെച്ചാൽ നിങ്ങൾ ചിലപ്പോൾ ഇതിൽ ഇറക്കിയ പൈസ നിങ്ങൾ തിരിച്ച് കിട്ടില്ല വരും. അപ്പോൾ ഇതിൽ ടോൺ പറഞ്ഞ ഒന്നും ഇറക്കരുത്, പൈസ ഒന്നും ഇറക്കരുത്. ജസ്റ്റ് ഫ്രീ ആയിട്ടുള്ള ടാസ്ക് കാര്യങ്ങൾ മാത്രം കംപ്ലീറ്റ് ആക്കിയാൽ മതി, വേറെ ഒന്നും ചെയ്യരുത്. അതാണ് മെയിനായിട്ട് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാൻ നിങ്ങൾക്ക് എങ്ങനെ എയർ ഡ്രോപ്പിൻ്റെ അലോക്കേഷൻ കിട്ടുക, പിന്നെ എങ്ങനെ ഇതിൽ പോയിന്റ്സ് കളക്ട് ചെയ്യുക, എല്ലാ കാര്യങ്ങളും പറയാം. ഒന്നാമത് പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് ഡെയിലി കയറി കഴിഞ്ഞാൽ ഈ ബൊമ്മയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ പോയിന്റ്സ് ഏൺ ചെയ്യാൻ പറ്റും. മുകളിൽ കാണാം എനിക്കിപ്പോൾ എന്താ 2 കോടി സംതിങ് പോയിന്റ്സ് ഉണ്ട്. ഇത് ആകെ 1-2 ആഴ്ചയായിട്ടുള്ള കളിക്കാൻ തുടങ്ങിയിട്ട് ഇത് ഞാൻ ഓരോരോ ടാസ്കിൽ കംപ്ലീറ്റ് ആക്കിയിട്ട് ഉണ്ടാക്കിയതാണ്. നിങ്ങൾക്ക് അങ്ങനെ ചെറിയ ചെറിയ സമയമുണ്ട്, ഇന്ന സമയമുണ്ട്, വേഗം നിങ്ങൾക്ക് കയറിയിട്ട് പോയിന്റ്സ് കളക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഡെയിലി ഇവിടെ എന്താ പറയുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോയിന്റ്സ് കിട്ടും. പിന്നെ ഏൺഡ് സെഷൻ പോയി കഴിഞ്ഞാൽ വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ എന്താ പറയുക ചെറിയ ചെറിയ ടാസ്കുകളൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ട് പോയിന്റ്സ് ചെയ്യാൻ പറ്റും. മിക്ക ടാസ്കുകളും പറഞ്ഞു വെച്ചാൽ ഇവരുടേതായിട്ട് യൂട്യൂബ് ചാനലുണ്ട്. അതിൽ പോവുക, വീഡിയോ കാണാൻ, ബാക്ക് അടിക്കുക, ചെക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ പോയിന്റ്സ് ഏൺ ചെയ്യാൻ പറ്റും. ഇതിൽ അത്രയേ ഉള്ളൂ. പിന്നെ ചെറിയ ചെറിയ ബോട്ടുകളിൽ ജോയിൻ ചെയ്യുക, അങ്ങനെയൊക്കെയാണ്. വേറെ വേറെ എയർ ഡ്രോപ്പിൻ്റെ അതേപോലെ തന്നെയാണ് ഈ ഇതിലും. അപ്പോൾ ഇതിൽ അത്രയേ ഉള്ളൂ പറയാൻ. പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന് ഇൻവൈറ്റ് സെഷനിൽ പോയി കഴിഞ്ഞാൽ വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ ഓരോ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്തു 50,000 കോയിൻസാണ് കിട്ടുക. അപ്പോൾ പറ്റുന്ന പോലെ റെഫറൽ ചെയ്യാൻ നോക്കുക. എന്താ വെച്ചാൽ റെഫറൽ ഇതിൽ മെയിനായിരിക്കും. എയർ ഡ്രോപ്പ് അലോക്കേഷൻ കിട്ടുമ്പോൾ നിങ്ങൾക്ക് എത്ര ഫ്രണ്ട്സിന് നിങ്ങൾ ഇൻവൈറ്റ് ചെയ്തു അതിനനുസരിച്ചുള്ള റിവാർഡ് നിങ്ങൾക്ക് കിട്ടും. പിന്നെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ എങ്ങനെ എയർ ഡ്രോപ്പ് അലോക്കേഷൻ കിട്ടുകയെന്ന് വെച്ചാൽ 3 കാര്യങ്ങളിലാണ്, 3-4 കാര്യങ്ങൾ. അത് ഏതൊക്കെ പറയാം. ഒന്നാമത് പറഞ്ഞു വെച്ചാൽ ഇവിടെ പോയിന്റ്സ്. അത് പറഞ്ഞു വെച്ചാൽ ഈ മുകളിൽ കോയിനില്ലേ, അത് എയർ ഡ്രോപ്പിന് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾക്ക് എത്ര കോയിൻ അതനുസരിച്ച് റിവാർഡ് കിട്ടും. പിന്നെ രണ്ടാമത് പറഞ്ഞത് നിങ്ങളുടെ ലെവലനുസരിച്ചിട്ടായിരിക്കും. അത് പറഞ്ഞു വെച്ചാൽ ഇവിടെ ടോപ്പിൻ്റെ ഇവിടെ സെഷൻ പോയി കഴിഞ്ഞാൽ വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എൻ്റെ ലെവൽ പറഞ്ഞപ്പോൾ പ്ലാറ്റിനം ആണ്. ഇവിടെ പ്ലാറ്റിനം അല്ല, ഡയമണ്ട് ആണ്. ഇത് ലെവൽ നിങ്ങൾക്ക് ഇപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് 1 ലക്ഷം കോയിൻ ആണെങ്കിൽ എന്താ പറയുക ബ്രോൺസ്, 2 ലക്ഷം ആണെങ്കിൽ സിൽവർ, പിന്നെ 3, 10, ലാസ്റ്റ് 20 ലക്ഷം പോയിന്റ്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ഡയമണ്ട് എത്തും. അങ്ങനെയാണ് ഓരോ ലെവൽ. ഈ ലെവൽ നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ വെച്ചാൽ ഈ ലെവലിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതിന്ന് കിട്ടും, പോയിന്റ്സ് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ എയർ ഡ്രോപ്പിൽ നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഏറ്റവും പറ്റുന്ന പോലെ കൂട്ടാൻ നോക്കുക, മാക്സിമം ആക്കാൻ നോക്കുക. ഇതിലെല്ലാം നോക്കുകയാണെങ്കിൽ ഡയമണ്ടിൻ്റെ അവിടെ 6 ലക്ഷം പേരാണ് ഡയമണ്ട് യൂസറിനെ. അപ്പോൾ ഇതിലൊക്കെ നല്ല റിവാർഡ് കമ്മിയായിരിക്കും. അപ്പോൾ പറ്റുന്ന പോലെ എല്ലാവരും ഡയമണ്ട് ആക്കാൻ നോക്കുക. ബ്രൗൺസൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് കിട്ടിയെന്നേ വരില്ല. എന്താ വെച്ചാൽ ബ്രൗൺസിലേക്ക് 20 കോടി ആൾക്കാരൊക്കെയാണ് ഇതിൽ ബ്രൗൺസിൽ ഉള്ളത് തന്നെ. അപ്പോൾ എന്താ പറയുക അതിൽ റിവാർഡ് കമ്മിയാവും. അപ്പോൾ ഏറ്റവും പറ്റുന്ന മാക്സ് ആക്കി വെക്കാൻ നോക്കുക. അപ്പോൾ സിമ്പിളായിട്ട് ആക്കാൻ പറ്റും. അത് നിങ്ങൾ ഓരോ ടാസ്കുകളൊക്കെ കംപ്ലീറ്റ് ആക്കിയാൽ മതി. പിന്നെ ഇതിൽ മെയിനായിട്ട് നോക്കാനുള്ളത് എന്താ വെച്ചാൽ ഇവിടെ ബൂസ്റ്റിൻ്റെ സെഷൻ പോയി കഴിഞ്ഞ് വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ആക്റ്റീവ് ടാപ്പ് ബോട്ട്. അത് പറഞ്ഞു വെച്ചാൽ നിങ്ങളിപ്പോൾ ഇന്നാക്റ്റീവ്, അത് പറഞ്ഞു വെച്ചാൽ ബോട്ടിലില്ല, നിങ്ങൾ ബാക്ക് അടിച്ച് കഴിഞ്ഞാലും ഈ ആക്റ്റീവ് ടാപ്പ് ബോട്ടിൽ ആക്റ്റീവ് ആക്കി കഴിഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് തിരിച്ചു വന്നാലും നിങ്ങൾക്ക് പോയിന്റ്സ് ഏൺ ചെയ്യാൻ പറ്റും. അത് പറഞ്ഞു വെച്ചാൽ നിങ്ങൾ എന്താ പറയുക ഇത് ആക്റ്റീവ് അല്ലാത്ത സമയത്ത് ഈ ബോട്ട് നിങ്ങൾക്ക് വേണ്ടി മൈൻ ചെയ്യുന്നതാണ് ഉദ്ദേശിച്ചത്. പിന്നെ ഡാമേജ് പറഞ്ഞു വെച്ചാൽ ഡാമേജ് അപ്ഗ്രേഡ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് ഇവിടെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഡെയിലി ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ എനിക്ക് ഒരു ക്ലിക്കിന് 8 ഡാമേജ് കൊടുക്കുന്നത്. അപ്പോൾ അത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. ഈ ഡാമേജ് എന്താ വെച്ചാൽ നിങ്ങളിപ്പോൾ 7 ലക്ഷം ഇവിടെ നോക്കിയ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഹെൽത്ത് കാണാൻ പറ്റും. 8 ലക്ഷമാണ് ഇതിൻ്റെ ഹെൽത്ത്, അല്ല 8 കോടി.
അപ്പോൾ ഈ ഹെൽത്ത് നമ്മൾ കമ്മിയാക്കും തോറും നമുക്കിവിടെ പോയിൻറ്റ്സും കൂടും. അങ്ങനെ ഈ ഹെൽത്ത് മൊത്തം പോയി കഴിഞ്ഞു വെച്ചാൽ എൻ്റെ ഇപ്പോൾ കാണാൻ പറ്റും ഈ ടെഡ്ഡി ബിയറിൻ്റെ ലെവൽ പറഞ്ഞാൽ 7 ആണ്. മറ്റേത് ലെവൽ പറഞ്ഞു വെച്ചാൽ ടൈമിൻ്റെ അത് വേറെ ലെവൽ, ഇത് വേറെ ലെവൽ. അപ്പോൾ ഇതിൻ്റെ ലെവൽ പറഞ്ഞു വെച്ചാൽ ഈ ടെഡ്ഡി ബിയറിൻ്റെ ലെവൽ പറഞ്ഞാൽ 7 ആണ്. അപ്പോൾ ഇതിന് ഞാൻ എന്താ പറയുക 8 ലക്ഷം ഹെൽത്തും ഉണ്ട്. അപ്പോൾ ഞാൻ ഇത് ഡെയിലി ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ പോയിൻറ്റ്സ് കമ്മിയാക്കിയിട്ട് ഹെൽത്ത് കമ്മിയാക്കി കഴിഞ്ഞു വെച്ചാൽ ലെവൽ 7 8 ആവും. അങ്ങനെ 8, 9, 10, 20 വരെ ഉണ്ട് ഇതിൻ്റെ ലെവൽ. അപ്പോൾ ഇത് എയർ ഡ്രോപ്പിൽ നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ എന്താ പറയുക ഈ ടെഡ്ഡി ബിയറിൻ്റെ ലെവൽ എത്രയാണോ അതിനനുസരിച്ചുള്ള റിവാർഡ് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എത്ര മാക്സ് ആക്കാൻ പറ്റും അത്ര ആക്കാൻ നോക്കുക. എൻ്റെ ഇപ്പോൾ ലെവൽ 7 ആയിട്ടേ ഉള്ളൂ, നല്ല കമ്മിയാണ്. ഇനി എനിക്കത് കൂട്ടണം, ഡെയിലി ടാസ്കുകളൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ട് ക്ലിക്ക് ചെയ്തിട്ടും. അപ്പോൾ അത് മെയിനായിട്ട് ചെയ്യാൻ നോക്കുക. ലെവൽ എത്ര മാക്സ് ആക്കാൻ പറ്റുമോ അത്രയും നോക്കുക. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്താ പറയുക താഴെ ഹേർട്ടിൻ്റെ ചിഹ്നമില്ല, ആ 8 ലക്ഷം തവണ നിങ്ങൾ എന്താ പറയുക ഓരോ ഇത് ക്ലിക്ക് ചെയ്തിട്ട് ആ പോയിൻറ്റ്സ് കമ്മിയാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് കിട്ടും, എന്താ പറയുക അടുത്ത ലെവൽ കൂടുക. അത്രയാണ് ഇതിൽ പറയുള്ളൂ. പിന്നെ ഇവിടെ സെയിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ 25 മില്യൺ ടോണിൻ്റെ ചിഹ്നമുള്ളതുണ്ട്. അതെന്താ വെച്ച് വെച്ചാൽ ഡെയിലി ചെക്കിങ്, നിങ്ങൾക്ക് ടോൺ കൊടുത്തിട്ട് വേണമെങ്കിൽ ഡെയിലി ചെക്കിങ് ചെയ്യുക. അതിന് ഒരു ദിവസം $1 കൊടുക്കണം. അത് പറഞ്ഞു വെച്ചാൽ എന്താ 0.1 5 എത്ര ടോൺ അങ്ങനെ എന്തോ ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ എന്താ പറയുക നിങ്ങളിത് ചെയ്യരുത്, ഇതിൽ പൈസ ഇറക്കണം, നിങ്ങൾ പൈസ ഇറക്കരുത്. ഇതിൽ എന്താ വെച്ച് വെച്ചാൽ അത് നിങ്ങൾക്ക് വർത്തിയല്ല. അപ്പോൾ 30-ാം തീയതിയാണ് ഇത് ലിസ്റ്റിങ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ഡെയിലി $1 വെച്ച് കൊടുക്കുകയാണെങ്കിൽ 30 ദിവസം ആക്കി വെച്ചാൽ $30 ആവും. എന്നിട്ട് ഈ ലിസ്റ്റ് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ $30 ചിലപ്പോൾ കിട്ടിയെന്ന് പോലും വരില്ല. അതാണ് ഇതിൽ ഞാനതിൽ പൈസ ഇറക്കേണ്ട പറഞ്ഞത്. അത് നിങ്ങൾ ചെയ്യരുത്, ചെയ്യാണ്ടിരിക്കാൻ ശ്രമിക്കുക. നീ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സ്വന്തം റിസ്ക്കും കൊണ്ട് ചെയ്യുക. ഞാൻ എന്തായാലും ചെയ്യുന്നില്ല, എനിക്ക് അത്രേ പറയുള്ളൂ. പിന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെ പ്രീമിയം പറഞ്ഞിട്ട് സംഭവമുണ്ട്, സ്റ്റാറിൻ്റെ ചിഹ്നം. അതിൽ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെയും മറ്റേ ടോൺ കൊടുത്തിട്ടാണ്. ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ ടെലിഗ്രാം സ്റ്റാർസോ അല്ലെങ്കിൽ ടോണോ കൊടുക്കുക. അത് കൊടുത്ത് കഴിഞ്ഞ് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ എന്താ പറയുക ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റും, പ്രീമിയം യൂസേഴ്സ് പറഞ്ഞിട്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ച് വെച്ചാൽ നിങ്ങൾക്ക് പ്രീമിയം ആയിട്ടുള്ള നിങ്ങളിപ്പോൾ എന്താ പറയുക ഇതിൻ്റെ എയർ ഡ്രോപ്പ് വരുന്ന സമയത്ത് ഒരു ക്യൂ ഉണ്ടാവും. അതുതന്നെ പ്രീമിയം യൂസേഴ്സിന് ഫസ്റ്റ് MimmyFiൻ്റെ കോയിന് എന്താ എക്സ്ചേഞ്ചിൽ അല്ലെങ്കിൽ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടും, വിഡ്രോ ചെയ്യാൻ പറ്റും. പിന്നീട് പ്രീമിയം ഇല്ലാത്തവർക്ക് മെല്ലെയാണ് നിങ്ങൾക്ക് ഇത് കിട്ടുക. ഇതിൻ്റെ എന്താ പറയുക യൂസ്ഫുൾനെസ് പറഞ്ഞു വെച്ചാൽ ഇത് ലിസ്റ്റ് ആവുന്ന സമയത്ത് ഇതിൻ്റെ എന്താ പറയുക എക്സ്ചേഞ്ചിലൊക്കെ ഇതിന് വാല്യൂ നല്ല കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് സെല്ല് ചെയ്തിട്ട് എന്താ പറയുക USDT കാര്യങ്ങളൊക്കെ ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ പറയുന്നത് ചെയ്യരുത്. ഒരു ടോണിൻ്റെ വാല്യൂ പറഞ്ഞാൽ $5 ആണ്. 5-6ൻ്റെ ഉള്ളിൽ വരും. $5 ഒരു ഡോളറിൻ്റെ വാല്യൂ പറഞ്ഞാൽ 83 റുപ്യ. ഇന്ത്യയിൽ 500 റുപ്യ ഇറക്കണം ഇതിലേക്ക് കിട്ടാൻ വേണ്ടി. അപ്പോൾ ഇത് ചെയ്യാണ്ടിരിക്കുക, ശ്രമിക്കുക. അത് ഇപ്പോൾ തന്നെ 1,00,000 സംതിങ് ആൾക്കാർ ഇത് യൂസ് ചെയ്യുന്നുണ്ട്, വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ വാങ്ങരുത്, നിങ്ങൾക്കിത് എന്താ പറയുക ലാഭം ഉണ്ടാവില്ല. ഞാനും ചെയ്യുന്നില്ല, നിങ്ങളും ചെയ്യാണ്ട് ശ്രമിക്കുക. ഇതിൽ അത്രയേ ഉള്ളൂ. പിന്നെ നോക്കുകയാണെങ്കിൽ ഇതിൽ ഇത്രയൊക്കെ പറയുള്ളൂ പറ്റുന്ന പോലെ. പിന്നെ വേറെ ഒന്നുള്ളത് ഈ ടാസ്കുകളില്ലേ, എന്താ പറയുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ കാണുക, അതൊക്കെ മാക്സിമം കംപ്ലീറ്റ് ആക്കാൻ നോക്കുക. എന്താ വെച്ച് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എയർ ഡ്രോപ്പിൻ്റെ അലൊക്കേഷൻ കിട്ടി വരും. അപ്പോൾ അത് മെയിനായിട്ട് എല്ലാം ചെയ്ത് വെക്കാൻ നോക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. അപ്പോൾ പറ്റുന്ന പോലെ എല്ലാവരും മൈൻഡ് ചെയ്യാൻ നോക്കുക. ഇന്ന് സമയമുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു അടുത്ത വീഡിയോ കാണാം. ശരി, ബൈ.